ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഓണത്തിരക്കിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. മുക്കിലും മൂലയിലും വഴിയോര കച്ചവടങ്ങളൊക്കെ തകൃതിയാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. റഹീസ് റഷീദുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഓണത്തിൻ്റെ ഒരുക്കക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. റഹീസ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. അങ്ങനെ തലസ്ഥാനം ഒരുങ്ങി. ശരിക്കും പറഞ്ഞാൽ ഓണം തിരുവനന്തപുരത്താണ്. ചാലയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭൻ്റെ അടുത്തുമൊക്കെ നിൽക്കുമ്പോഴാണ് ഓണം അങ്ങോട്ട് ഫീൽ ചെയ്യുക. പിന്നെ അങ്ങോട്ട് നമ്മുടെ മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ, അതേപോലെ നമ്മുടെ സൂവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ ഓണം വാരാഘോഷത്തിൻ്റെ കാഴ്ചകളും. എങ്ങനെയാണ് ഓണം കൊള്ളാൻ ഒരുങ്ങിയോ തലസ്ഥാനം? അരുൺകുമാർ, ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ പൊതു ഉത്സവമാണ് എന്നൊക്കെ നമ്മൾ പൊതുവായി പറയുമ്പോഴും അത് ഏതാണ്ടൊക്കെ ശരിയാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാരുടെ കാര്യം പറഞ്ഞാൽ അത് അവരുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഇവിടെ അരുൺകുമാർ പറഞ്ഞ ചാലയുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. രാവിലെ ഇവിടെയൊക്കെയാണ് തിരക്ക്. ഇനി വൈകിട്ട് നമ്മുടെ മ്യൂസിയം ഭാഗത്തേക്കൊക്കെ പോയാൽ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായി കിടക്കുന്ന ഒരു തിരുവനന്തപുരമാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കടകളാണ്, ഇഷ്ടം പോലെ കടകൾ. അത് ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്നാലുള്ള ഒരു കാഴ്ച, ഇവിടെ ഓരോരുത്തരുടെ സ്കൂട്ടറൊക്കെ ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളും കടക്കാരും ഒക്കെ സാധാരണ പാർക്ക് ചെയ്യാണ്. ആ പാർക്ക് ചെയ്ത സ്കൂട്ടറിന്റെ മുകളിലൊക്കെ ഓരോ അടിപൊളി കുഞ്ഞുകുട്ടികളുടെ, വലിയ ആളുകളുടെയൊക്കെ ഉടുപ്പുകൾ, പെൺകുട്ടികളുടെയാണ്, മുഴുവൻ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന അടിപൊളി ഒരു രസമുള്ള കാഴ്ച. അതിനിപ്പുറത്ത് പൂക്കള്, ചിപ്സൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ മുരുമുര പൊരിച്ചെടുക്കുന്നു. എങ്ങനെയുണ്ട് കച്ചവടം? ഇതിന് എത്ര രൂപയാ? 350 രൂപ. 350. വില കുറവാണല്ലോ. 10 രൂപ കുറച്ച് കൊടുക്കും. 300 രൂപയ്ക്ക് കൊടുക്കും ഫൈനൽ. 350 പറയും, 300 രൂപ. 300 രൂപ, 320 രൂപ. മുതലാവോ? ഏതോ 10 രൂപ നമുക്ക് കിട്ടും. അതെ, അതാണ് ഭയങ്കര ലാഭമാണ് അരുൺകുമാർ. കാരണം 340 രൂപ പറയും, 320 രൂപയൊക്കെ ലാസ്റ്റ് പറഞ്ഞിട്ട് 300 രൂപയ്ക്ക് കിട്ടും. ഇവിടെ വരുന്ന ആളുകൾ അത് കേട്ടിട്ട് ഈ ചേട്ടനെ ഓർത്ത് വെച്ചിട്ട് 300 രൂപയ്ക്ക് വന്ന് ചോദിക്കരുത്, അല്ലേട്ടാ? സത്യത്തിൽ ഇത് മറ്റ് കടകളിലേക്ക് പോയാൽ 1000 രൂപ, 1500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പൂക്കൾ നോക്കിയേ, പൂക്കടയിലേക്ക് കയറിയാൽ എല്ലാ തരമുള്ള പൂക്കളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരാണ്. റോസപ്പൂ അടക്കം ഉള്ള പൂക്കളൊക്കെ ഉണ്ട്. വിലയൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? കുറവാണോ കൂടുതലാണോ? കുറവാണോ എന്നുവെച്ചാല് ഹോൾസെയിൽ വില തന്നെ. ഹോൾസെയിൽ വില, ഹോൾസെയിൽ വില റീറ്റെയിൽ 10 രൂപ ലാഭത്തിന് മാത്രമേ വയ്ക്കുള്ളൂ. അത്ര തന്നെ. വളരെ കച്ചവടമുണ്ട്, നല്ല കച്ചവടമുണ്ട്. വില കുറച്ച് തന്നെ കൊടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരെ. തമിഴ്നാട്, തോവാള, മധുര, ദിണ്ടിക്കല്, തെങ്കാശി, എല്ലായിടത്തും സാധനം പോയി എടുക്കുമോ അതോ വണ്ടിയിൽ വരും. മുല്ലപ്പൂവൊക്കെ ഇപ്പൊ ഒരു മുഴം എത്ര? ഒരു മുഴം വന്ന് 70 രൂപയ്ക്കുണ്ട്, 60 രൂപയ്ക്കുണ്ട്, 80 രൂപയ്ക്കുണ്ട്. പല സൈസും പല കെട്ടാണ്. ഇത് ഈ മുല്ലക്ക് എത്രയാ? ഇത് 60 രൂപ. 60 രൂപ ഒരു മുഴം. അപ്പൊ ചേട്ടൻ വില കുറവാണ് എന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്. കാരണം നല്ല വില മറ്റു കടകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ കണ്ടു. ചിപ്സൊക്കെ ഇതാ ഇവിടെ ചിപ്സ് ഉണ്ട്, ചിപ്സ് പൊരിച്ച്. ഇത് നമ്മൾ ഇവിടെ തന്നെ പൊരിക്കുന്നത്? ഇവിടെ വറക്കുന്ന, ലൈവായിട്ട് വറക്കുന്നതാണ് നമ്മളിവിടെ അകത്ത് ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണ തന്നെയല്ലേ? വെളിച്ചെണ്ണയുണ്ട്, 2 ടൈപ്പും ഉണ്ട്. നമ്മൾ പറയും വെളിച്ചെണ്ണ ഉള്ള വെളിച്ചെണ്ണയാണെന്ന് തന്നെ പറയും. പാമായിലാണെങ്കിൽ പാമായിലാണ്. പാമായില് വില കുറവായിരിക്കും. ഓക്കെ, വെളിയിൽ വിൽക്കുന്നത് ഇതിന്റെ കൂടുതൽ വിൽക്കുന്നുണ്ട്. അതാണ് അരുൺകുമാർ. ഇവിടെ തിരുവനന്തപുരത്ത് കണ്ടോ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു 4 കാലടി വെച്ചപ്പോ പൂക്കട. ഓക്കെ, അപ്പോൾ പൂക്കളുണ്ട്, ചിപ്സ് ഉണ്ട്, തുണിത്തരങ്ങളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്മനാഭന്റെ മണ്ണിലേക്ക് വന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നേരെ പത്മനാഭനെയും കൂടെ പോയി കണ്ട് തിരിച്ചു മടങ്ങി വരാം. അപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ ഈ സമയത്ത് ധാരാളം ആളുകൾ തിരുവനന്തപുരത്തേക്ക് വരും. അപ്പോൾ ശരിക്കും ഓണം കൊള്ളാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു, തലസ്ഥാനവും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, തിരക്ക് കൂടുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും മ്യൂസിയം ഭാഗത്തേക്കൊക്കെ പോയാൽ നല്ല കാഴ്ചകളാണ്. ഓണം വാരാഘോഷം തുടങ്ങുമ്പോൾ അതിൻ്റെയും ഗംഭീര കാഴ്ചകളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കച്ചവടത്തിനും കച്ചവടക്കാർക്കും ഒക്കെ തകൃതിയായി നടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ 10 പൈസ തടയുന്നത് ഈ സമയത്താണെന്നേ. ചെറിയ രീതിയിൽ ഇതാ നോക്കൂ, പാവപ്പെട്ട ആ മനുഷ്യൻ 300 രൂപയുടെ ആ കുപ്പായവുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാൽ ഒരു 10 എണ്ണം വിറ്റുപോകുമായിരിക്കും. 10 എണ്ണം വിറ്റുപോയി 20 രൂപയോ 30 രൂപയോ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10, 300, 400 രൂപയൊക്കെയാണ് കിട്ടുക. അതിൽ കൂടുതൽ വിറ്റുപോയാൽ മാത്രമേ ഒരു 1000, 1500 രൂപയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂ.